കർത്താവിൻ്റെ നല്ല വചനം 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. The first letter of John chapter 4 verse number 4. വചനം ഇങ്ങനെ പറയുന്നു, But you belong to God, my dear children. You have already won a victory over those people because the spirit who lives in the world. എനിക്ക് ഒടുവിലത്തെ വാക്യത്തില നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. മതി. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനെക്കാട്ടിലും വലിയവനല്ലയോ. ഹല്ലേലൂയ. ഇന്ന് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, എന്നിൽ കർത്താവ് ലോകത്തിലുള്ളവനെക്കാട്ടിലും വലിയതാ. ഹല്ലേലൂയ. അപ്പം നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി ഈ ലോകത്ത് ഉള്ള പിശാചിനെക്കാട്ടിലും വലുതാ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അവൻ നമ്മളിൽ വാഴുന്ന ദൈവം, നമ്മളിൽ വാഴുന്ന ദൈവം, എന്നിലും നിങ്ങളിലും വാഴുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ അത്രേ നിങ്ങളും ഞാനും ശക്തിയുള്ളവർ. ഇന്ന് ആർക്കെങ്കിലും എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല, ഞാനിതെങ്ങനെ കടന്നുകൂടും എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടോ? കർത്താവിൻ്റെ നല്ല വചനം പറയാ, നമ്മളിൽ ഇരിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാ. ഹല്ലേലൂയ. ലോകത്തിനെക്കാട്ടിലും വലിയവനാ. സ്തോത്രം. ഇന്ന് നമ്മളിൽ വാഴുന്ന കർത്താവിൻ്റെ ശക്തിയാലത്രേ നമ്മൾ ഓരോരുത്തരും മുന്നേറുന്നത്. നമ്മുടെ കഴിവിലല്ല, നമ്മളിലേക്ക് ആശ്രയിക്കല്ലേ. നിങ്ങളും ഞാനും നമ്മൾക്കുള്ള പണത്തിനകത്തോ വീടിനകത്തോ എൻ്റെ ജോലിക്കകത്തോ എൻ്റെ മക്കളുടെ അകത്തോ ഒന്നും നമ്മൾ ആശ്രയിക്കില്ല. അതൊന്നും നമ്മളെ എങ്ങും എത്തിക്കത്തില്ല. പക്ഷെ കർത്താവിൽ നമ്മൾ ആശ്രയിച്ചാൽ നമ്മളെ കൊണ്ട് അസാധ്യമായതിനെ ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും. ഹല്ലേലൂയ. ഒരു സിമ്പിളായിട്ടൊരു വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ, ആർക്കെങ്കിലും ദേഷ്യമുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ സ്വന്തം കഴിവിനാൽ ആ ദേഷ്യം മാറുമെന്ന് പറഞ്ഞാൽ മാറത്തില്ല. പക്ഷെ എവിടെ നമ്മൾ പറയുന്നോ, യേശുവേ ഞാൻ നിന്നെ ആശ്രയിക്കുക, കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഈ സ്വഭാവം ഒന്ന് മാറ്റുവാൻ, കർത്താവെ അങ്ങയുടെ ബലം എനിക്കൊന്ന് തരണം. ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ സാധിക്കും, നമ്മുടെ ആ സ്വഭാവത്തിനെ മാറ്റാൻ സാധിക്കും. ലോകത്ത് ചുറ്റിനും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മളിന്ന് ലോകത്തിൽ നോക്കിയാൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് പുറത്തേക്കൊന്ന് നോക്കിയാൽ വ്യക്തികളും പല സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ ഉപദ്രവിക്കുന്നതും നമ്മളെ താഴ്ത്തുന്നതും നമ്മളെ വിഷമിപ്പിക്കുന്നതും ആയിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളുമാണ് നമ്മുടെ ചുറ്റിനും. പക്ഷെ വചനം നമ്മളോട് ഉറപ്പ് പറയുക, പുറത്തുള്ളതിനെക്കാട്ടിലും ഒക്കെ ശക്തിയുള്ളവനാണ് എൻ്റെയും നിങ്ങളുടെയും അകത്തും വസിക്കുന്ന കർത്താവ്. ഇന്ന് നമ്മളുടെ ഉള്ളറകൾക്ക് അകത്തേക്ക് നോക്കിയാൽ അവിടെ വസിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ടോ? അതോ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾക്ക് യേശുവിനെ കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനും പറ്റാതെ പോകുന്നുണ്ടോ? അതിനെയൊക്കെ കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനും പറ്റാതെ പോകുന്നുണ്ടോ? അതിനെയൊക്കെ കൊടഞ്ഞു കളഞ്ഞേച്ച് ഹല്ലേലൂയ നമ്മളിൽ വസിക്കുന്ന ലോകത്തിനെക്കാട്ടിലും വലിയവനായ, ലോകത്തിനെ തോപ്പിച്ച് കർത്താവിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് ധൈര്യം കിട്ടും, നമുക്ക് മുന്നേറുവാനായിട്ടുള്ള കൃപ കിട്ടും. സ്തോത്രം. എഫെസ്യരുടെ ലേഖനം 1-ാം 18-ാം വാക്യത്തിനകത്ത്, എഫെസ്യരുടെ ലേഖനം 1:18 പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാർത്ഥനയാ. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക, I pray that your hearts will be flooded with light so that you can understand the confident hope he has given to those he called his holy people who are his rich and glorious inheritance. എന്താണ് പ്രാർത്ഥന? നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. പ്രാർത്ഥിക്കുക. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. എന്തിനാ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കുന്നത്? നമ്മുടെ തിരിച്ചറിയുക, മനസ്സിലാകുക, എനിക്ക് ഭയപ്പെടേണ്ട, എൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ കൂടെ പുറമേ മാത്രമല്ല നടക്കുന്നേ, എൻ്റെ അകത്ത് യേശുവുണ്ട്. ഹല്ലേലൂയ. ഈ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കാൻ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ, നിങ്ങളൊന്ന് തിരിച്ചറിയുവാൻ. എഫെസ്യ സഭയോട് പറയാ, ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങളൊന്ന് മനസ്സിലാകുക. നിങ്ങളുടെ ഹൃദയം ഒന്ന് ഓർത്തെ, ഒരു സ്റ്റേഡിയം, ഇരുട്ട് പിടിച്ച് കിടക്കുന്ന ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തില്
ഫ്ലഡ് ലൈറ്റ്സ് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഓൺ ആകുവാണെങ്കിൽ അവിടെ പിന്നെ ഇരുട്ടുള്ള ഒരു മേഖലയില്ല. ഒരു കോണിൽ പോലും എന്തൊരു ചെറിയൊരു സാധനം വീണാ പോലും തപ്പിയെടുക്കാൻ പറ്റും. അപ്പോസ്തലൻ പറയുക, ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയങ്ങള് ഹല്ലേലൂയ ഒന്ന് വെളിച്ചം കൊണ്ടൊന്ന് നിറയുവാൻ വേണ്ടി സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ നിറയേണ്ടത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ കോൺഫിഡന്റ് ഹോപ്പ്, ഉറപ്പുള്ള വിശ്വാസം, നിങ്ങൾക്ക് പ്രത്യാശ, അതൊന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ. വായിച്ചേ. അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. അപ്പൊ നമ്മൾക്ക് വെച്ചിരിക്കുന്ന ഓഹരി, നമ്മൾക്ക് വെച്ചിരിക്കുന്ന ധൈര്യം, ചുരുക്കം പറഞ്ഞാൽ തളർന്നു പോകാതെ വണ്ണം പ്രതിസന്ധിക്കകത്തും ഏത് പ്രശ്നം വന്നാലും, എത്ര കടഭാരം വന്നാലും, ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ ഷേപ്പിൽ വന്നാലും തളർന്നു പോകാതെ വണ്ണം നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ എന്ന അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്. ഇന്നത്തെ പ്രാർത്ഥന ഇതായിരിക്കണം: കർത്താവേ, എൻ്റെ ഉള്ളിൽ അങ്ങ് വന്ന് വസിക്കുന്നതിനായി സ്തോത്രം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ഞാൻ കാണുന്നത്, ഞാൻ ലോകത്ത് പുറമേ കാണുന്ന ആ രോഗത്തിനെ, ക്ഷീണത്തിനെ, പ്രയാസത്തിനെ, പ്രതികൂലത്തിനെ അല്ല ഞാൻ കാണേണ്ടത്. പക്ഷേ കർത്താവേ, എനിക്കൊന്ന് ധൈര്യം തരണം. ഹല്ലേലൂയ. നിന്റെ വിളി എന്നെ കുറിച്ചുള്ളത് ഇന്നതാണെന്ന് എനിക്കൊന്ന് തിരിച്ചറിയണം. സ്തോത്രം. എനിക്ക് ആ ധൈര്യം, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഇന്ന് എവിടെയെങ്കിലും പ്രത്യാശ നഷ്ടപ്പെട്ടു പോയോ? ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ലോകത്തിലുള്ളവനെക്കാട്ടിലും വലിയവനാ അങ്ങ്. എന്നിൽ വസിക്കുന്ന ദൈവം വലിയവനാ. അല്ലെ, ഈ പ്രതിസന്ധി കടന്നു കൂടുവാനായിട്ട് എൻ്റെ അകത്തു നിന്നുള്ള ധൈര്യം എനിക്ക് കിട്ടും. എനിക്ക് കിട്ടും. എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് പ്രത്യാശയുണ്ട്. വിളിച്ചു പറയണം. സാഹചര്യങ്ങൾ കേൾക്കെ, അന്തരീക്ഷം കേൾക്കെ വിളിച്ചു പറയണം. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ 19-ാം വാക്യത്തിൽ പറയുക, അപ്പോസ്തലൻ പറയുക, ഞാൻ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നേ? മനസ്സിലാകുവാൻ. എന്തിനെ കുറിച്ച്? The incredible greatness of God's power for us who believe in him. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന എന്താണ് ലഭിക്കുന്നത്? ഇത് മനസ്സിലാകുവാൻ. ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്സ് പവർ. എത്ര സൂപ്പർലേറ്റീവ്സ് അവിടെ ഉപയോഗിച്ചിരിക്കും. ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ്. എൻ്റെ കുഞ്ഞിലെ ഞാനൊരു കാർട്ടൂൺ കാണുമായിരുന്നു. എൻ്റെ കൊച്ചിലെയാ. ഹൾക്ക്, ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറഞ്ഞൊരു കാർട്ടൂണ്. അത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്നു. അതൊന്നും ഇന്ത്യയിലൊന്നും ദൂരദർശനിലൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇൻക്രെഡിബിൾ ഹൾക്ക്. അപ്പം ഈ ഹൾക്കിന് ദേഷ്യം വരുമ്പം ഹൾക്കിന് എവിടുന്നോ ഭയങ്കര ശക്തി ലഭിച്ച് ഒരു ചെറിയ ഒരു മനുഷ്യൻ ഭയങ്കര ഒരു മനുഷ്യനായി തീരും. എന്നിട്ട് ഈ ചെറിയ മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഹൾക്കിനോ ഒരു ട്രെയിനിനെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഹൾക്കിനോ ഒരു ട്രെയിനിനെ എടുക്കാൻ പറ്റും. എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഭയങ്കര ശക്തിയാ. വചനം പറയുന്നു, നിങ്ങൾക്കും എനിക്കും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയെ, ഒന്നിനെയും നമുക്ക് മിണ്ടാതിരുത്താൻ പറ്റത്തില്ല. ഇതിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഈ അത്യുന്നതപരമായ ശക്തി, നമ്മൾക്ക് ധൈര്യമില്ലാത്തടത്ത് ധൈര്യം, ശക്തി ഇല്ലാത്തടത്ത് ശക്തി. നമ്മൾ ഒരാളെ ഒന്ന് നോക്കിയാൽ മതി, ഈ ശക്തി നിറഞ്ഞ് നമ്മൾ ഒരാളെ നോക്കിയാൽ മതി, വഴക്കിട്ടുകൊണ്ട് വരുന്നവര് മിണ്ടാതെ ഇരിക്കും. ഹല്ലേലൂയ. ദൈവ നമ്മളിൽ വസിക്കുന്നവൻ, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ളവനെക്കാട്ടിലും വലിയവൻ. ഹല്ലേലൂയ. നമ്മളിൽ വസിക്കുന്ന കർത്താവ് ലോകത്തിൽ നിൽക്കുന്ന വ്യക്തികളെക്കാട്ടിലും ശക്തികളെക്കാട്ടിലും അത്യുന്നതപരമായി ശക്തിയുള്ളവൻ. സ്തോത്രം. എന്തിനാ ഭയക്കേണ്ടത്? ചുറ്റിനും നിൽക്കുന്ന വ്യക്തി വിഷയത്തിനെയോ നോക്കി ഭയക്കല്ലേ. ഹല്ലേലൂയ. ജോലി സ്ഥലത്ത് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? വീട്ടിനകത്ത് ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ? എവിടെങ്കിലും പോകുന്നിടത്ത് കളിയാക്കുന്നുണ്ടോ? പ്രതിസന്ധികൾ കൊണ്ട് നിടുന്നുണ്ടോ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലയോ?
വിളിച്ചു പറയണം, എന്നിൽ വസിക്കുന്ന കർത്താവ് ഈ ലോകത്തെ ജയിച്ചത്, എന്നിൽ വസിക്കുന്ന കർത്താവ് ഈ ലോകത്തെ ജയിച്ചത്, അതുകൊണ്ട് ഞാനും ജയിക്കും. ഹല്ലേലൂയ. അവന്റെ അത്യുന്നതപരമായ ശക്തിയും കൊണ്ട് എനിക്ക് നിറയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ദൈവമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്നാനപ്പെട്ടോ സ്നാനപ്പെട്ടില്ലയോ എന്നല്ല. ഹല്ലേലൂയ. യേശുവിനെ വിശ്വാസമുണ്ടോ? യേശുവിനെ വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവ മക്കളായി. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവ പൈതലിന് യേശുവേ എന്ന് വിളിച്ചാൽ യേശു അരികത്തുണ്ട്. പക്ഷെ ശക്തിയാൽ നടണോ? ഈ അത്യുന്നതപരമായ ശക്തിയും കൊണ്ട് ഏത് സമയവും നിറഞ്ഞു നിൽക്കണോ? എന്നാ വേറെ പഴുതൊന്നുമില്ല. ഹല്ലേലൂയ. യേശുവിനെ ധരിച്ചേ മാർഗമുള്ളൂ. പരിശുദ്ധാത്മാവിനെ സ്ഥിരതയോടെ നമ്മളിൽ വന്ന് വാഴുവാനായിട്ട് വഴിയൊരുക്കിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതിന് സ്നാനത്തുള്ളൂ. ഹല്ലേലൂയ. അതിന് സ്നാനപ്പെട്ടവർക്ക് അന്യഭാഷയും കൃപയും ഒക്കെ കർത്താവ് കൊടുക്കുന്നതും അവിടെ ശക്തിയോടെ നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ ഹല്ലേലൂയ, യേശുവെന്ന നാമത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കാൻ പറഞ്ഞാൽ മുട്ടുമടക്കും. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ നമ്മളിൽ വാഴുന്നവൻ ഹല്ലേലൂയ വലിയവന്. ഹി ഈസ് ഇൻക്രെഡിബിൾ. വചനം പറയുന്ന ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്സ് പവർ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ കുഞ്ഞിലെ കണ്ട ആ കാർട്ടൂൺ ഞാൻ ഓർക്കും, ആ ഇൻക്രെഡിബിൾ ഹൾക്കിനെ കുറിച്ച്. എന്നുവെച്ചാൽ ആ വ്യക്തിയുടെ അകത്ത് വന്ന ഒരു ആത്മാവ്, ദേശത്തിന്റെ വരുമ്പോൾ ഈ ലോകത്ത് ആർക്കും ഇല്ലാത്ത ശക്തി വരും. പക്ഷെ ഇന്ന് നമ്മളിൽ വരുന്നത് ദേശത്തിന്റെ ആത്മാവല്ല, നമ്മളിൽ വന്ന് വാഴുന്നത് ഹല്ലേലൂയ ഈ ലോകത്തിനെ കീഴ്മേൽ മറിച്ചത്, ഹല്ലേലൂയ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ്, ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളിലും എന്നിലും വരുമ്പോ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒന്നും നിങ്ങൾക്കും എനിക്കും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? എനിക്കതൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. എന്നാൽ ദൈവത്തിൽ ആഞ്ഞിട്ട് അങ്ങനെ പറയാത്തെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും പറയല്ല അതെന്നെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ പറയല്ല. പറയേണ്ടത് എൻ്റെ കർത്താവിൻ്റെ ശക്തിയാൽ എനിക്കത് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഞാൻ എന്ന വ്യക്തിക്ക് തെറ്റുകൾ വരാം, പക്ഷെ എന്നിൽ ശക്തിയാൽ എനിക്ക് അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മള് ദാവീദ് ചെറിയ കുഞ്ഞു പയ്യനായിരുന്നു, പക്ഷേ എത്രയോ 9 അടി പൊക്കോ, അത്ര പൊക്കമുള്ള ഈ വലിയ ഗോലിയാത്തിനെ കണ്ടിട്ട് ദാവീദ് പറഞ്ഞു, ഹേ ഗോലിയാത്തെ, ഞാൻ നിന്റെ നേരെ വരുന്നത് എൻ്റെ ദൈവത്തിന്റെ ശക്തിയാൽ അത്രേ. ഹല്ലേലൂയ. ഞാൻ നിന്റെ നേരെ വരുന്നത് ഇസ്രായേലിന്റെ വാഴുന്ന ദൈവമായ യഹോവയായ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. നീ വാളും പരിചയം കുന്തവും ഒക്കെ കൊണ്ടായിരിക്കും നിൽക്കുന്നേ, പക്ഷെ ഞാൻ വരുന്നത് യഹോവയായ ദൈവത്തിന്റെ നാമത്തില്. സ്തോത്രം. ദാവീദിനൊരു കാര്യം അറിയാമായിരുന്നു, ദാവീദിന്റെ ശക്തിയും കൊണ്ടൊന്നും നടക്കത്തില്ല, പക്ഷെ തന്നിൽ വാഴുന്ന ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്സ് പവർ, ഹല്ലേലൂയ, ഈ ശക്തിയും കൊണ്ട് ഒരു ഗോലിയാത്തല്ല 10 വന്നാലും അതിനെയൊക്കെ വെട്ടി വീഴ്ത്താനുള്ള ശക്തി തൻ്റെ അകത്ത് ഉണ്ടെന്നറിയാമായിരുന്നു. എന്നോടൊപ്പം വിളിച്ചു പറഞ്ഞേ, ഹല്ലേലൂയ, എന്നിൽ വാഴുന്ന ദൈവത്തിന്റെ ശക്തി എന്നെ കൊണ്ട് സാധ്യമല്ലാത്തതെല്ലാം ചെയ്തെടുക്കും. ഹല്ലേലൂയ. അപ്പൊ അവിടെ എഫെസ്യർ ലേഖനം 1:19 പറയുന്നു, ഞാൻ മനസ്സിലാകാൻ. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ചേ, കർത്താവെ എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ, അങ്ങയുടെ അത്യുന്നതപരമായ ശക്തി എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. എൻ്റെ ഇന്ന സാഹചര്യത്തിനകത്ത് അങ്ങയുടെ ശക്തി ഒന്ന് വെളിപ്പെടട്ടപ്പ. ഞാൻ സംസാരിക്കുന്നിടത്ത് അങ്ങയുടെ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ. ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നിടത്ത് അങ്ങയുടെ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ. ഞാൻ ജോലിയിൽ പോകുന്നിടത്ത് അങ്ങയുടെ ഈ അത്യുന്നതപരമായ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ. ഞാൻ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക്
ചെയ്യാൻ പറ്റാത്ത മേഖലകളുണ്ട് കർത്താവ്. അങ്ങയുടെ അത്യുന്നതപരമായ ശക്തി ഒന്ന് വെളിപ്പെട്ടിട്ട് കർത്താവെ, അവനെ കൈക്കൊള്ളുന്നവരെല്ലാം അവന്റെ മക്കളായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ മക്കൾക്കൊക്കെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ, അങ്ങയുടെ അത്യുന്നതപരമായ ശക്തിയും കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണം. അല്ലെ, ആരെങ്കിലും സംസാരിക്കാൻ വന്നിട്ട് നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ പോലും അറിയത്തില്ലയോ, എന്ത് പറയണമെന്ന് അറിയത്തില്ലയോ? കർത്താവിനോട് പറഞ്ഞ്, കർത്താവെ, എന്നിൽ വാഴുന്നവൻ ലോകത്തിൽ വാഴുന്നവനെക്കാട്ടിലും വലിയവനാ. അങ്ങയുടെ ഈ അത്യുന്നതപരമായ ശക്തിയും കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണം. എനിക്ക് ആ ധൈര്യം ഒന്ന് വേണം കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. 22-ാം വാക്യം പറയുന്നു, God has put all things under the authority of Christ and has made him head over all things for the benefit of the church. 22-ാം വാക്യം. മാത്രമല്ല അവൻ സകലവും ക്രിസ്തുവിന്റെ കാൽക്കീഴിലാക്കിയിട്ട്. മതി. എന്താ പറഞ്ഞത്? വാക്യം എന്താ വായിച്ചത്? ഇത് മതി. എന്താ പറഞ്ഞത്? വാക്യം എന്താ വായിച്ചത്? ഇത് മാത്രമല്ല, അവൻ എന്നുവെച്ചാ പിതാവായ ദൈവം സകലവും ആരുടെ കാൽ കീഴില്? യേശുവിന്റെ കാൽ കീഴില്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ്, സകലവും യേശുവിന്റെ കാൽ കീഴില്. ഹല്ലേലൂയ. എന്നിട്ട് വായിച്ച്, സഭയായ നമ്മളുടെ ശിരസാരാണ്? ക്രിസ്തുവ. വചനം പറയുന്നു, എല്ലാം ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളുടെ തല, സഭയായ നമ്മളുടെ തല ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെല്ലാം കീഴ്പ്പെട്ടെങ്കിൽ സഭയായ നിങ്ങൾക്കും എനിക്കും സകലതും കീഴ്പ്പെട്ടു. ഹല്ലേലൂയ. സകലതും, നമുക്കെതിരായി നിൽക്കുന്ന സകലതും, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സകലതും, നമ്മൾക്ക് നേരിടാൻ ശക്തി പോലും ഇല്ലാതും, ഹല്ലേലൂയ, ക്രിസ്തുവായ തലയ്ക്ക് കീഴ്പ്പെട്ടെങ്കിൽ, സ്തോത്രം, ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്കും കീഴ്പ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിൽ വസിക്കുന്നവൻ ലോകത്തിനെ ജയിച്ചവനാ. എന്നിൽ വസിക്കുന്നവൻ ലോകത്തിനെക്കാട്ടിലും വലിയവനാ. കർത്താവ്, ഹല്ലേലൂയ, മറ്റാർക്കുമില്ലാത്ത ധൈര്യം എൻ്റെ അകത്ത് പകർന്നിരിക്കുക. എൻ്റെ അകത്ത് വാഴുന്നത് ദൈവത്തിന്റെ അത്യുന്നതപരമായ ശക്തിയാ എന്നിൽ വാഴുന്നേ. ക്രിസ്തുവിനെല്ലാം കീഴ്പ്പെട്ടെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയായ എനിക്കും നിങ്ങൾക്കും നമ്മൾ കൂടി വരുന്ന കർത്താവിനെ കാത്തിരിക്കുന്ന, കർത്താവിന്റെ 2-ാം വരവിന് കാത്തിരുന്ന് പ്രത്യാശയോടെ നോക്കിയിരിക്കുന്ന നമ്മളൊക്കെ ദൈവത്തിന്റെ സഭയെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ ശരീരമായ സഭയ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശക്തിക്ക് എല്ലാം കീഴ്പ്പെട്ടെങ്കിൽ, ക്രിസ്തുവിന്റെ നാമത്തിനെല്ലാം കീഴ്പ്പെട്ടെങ്കിൽ നിങ്ങൾക്കും എനിക്കും എല്ലാം കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്കെതിരായി ഒന്നും നിൽക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് എല്ലാം കീഴ്പ്പെട്ടാ നിൽക്കുന്നത്, അല്ലേ? അതിന്റെ ഒന്നും കൂടെ വായിച്ചിരിക്കും. മാത്രമല്ല അവൻ സകലവും ക്രിസ്തുവിന്റെ കാൽ കീഴിലാക്കിയിട്ട്, അവനെ എല്ലാത്തിന്റെയും ശിരസാക്കി സഭയ്ക്ക് നൽകിയിരിക്കുന്നു. 23, എല്ലാത്തിനെയും എല്ലാവിധത്തിലും നിറയ്ക്കുന്ന സമ്പൂർണതയായ ക്രിസ്തുവിന്റെ ശരീരമത്രേ സഭ. ആമേൻ. അപ്പൊ നമ്മള് ക്രിസ്തുവിൽ പൂർണ്ണരാ. ഹല്ലേലൂയ. ഇനി എനിക്കും നിങ്ങൾക്കും ഒന്നിനും ഒരു കുറവില്ല. ഒരു കാര്യത്തിനെ കണ്ടിട്ട്, എന്തെങ്കിലും ഒരു സാഹചര്യത്തിനെ കണ്ടിട്ട് അയ്യോ മറ്റുള്ളവരെയൊക്കെ കണ്ട് എൻ്റെ കൂടെ പഠിച്ചവളാവള് എത്ര സുഖമായിട്ട് ജീവിക്കുന്നു, കല്യാണമൊക്കെ കഴിച്ച് മക്കൾ, എന്തൊരു സ്നേഹമുള്ള ഭർത്താവ്, പക്ഷെ എൻ്റെ വീട്ടിലെ എനിക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ പറയല്ലേ. ഹല്ലേലൂയ. എന്താ കർത്താവിന്റെ വചനം പറഞ്ഞത്? ഹല്ലേലൂയ. നമ്മളിൽ വസിക്കുന്നവൻ ലോകത്തിനെക്കാട്ടിലും വലിയവൻ. നമ്മളിൽ വസിക്കുന്നത് ദൈവം ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. സകലത്തിനെ മാറ്റിമറിച്ച് എല്ലാം ദൈവത്തിന്റെ കാൽ കീഴില. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും കാൽ കീഴില. വെറുതെ ജീവിതത്തിനെ നോക്കിയിട്ട് എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നല്ല പറയേണ്ടത്. ഹല്ലേലൂയ. അവരെക്കാട്ടിലും ഒക്കെ ഭാഗ്യമുള്ള വ്യക്തിയാ ഞാന്. ഭാഗ്യമല്ല, ദൈവ
ദൈവത്തിന്റെ ആ ഫേവറുള്ള വ്യക്തി. ഭാഗ്യം ലോകത്തിന്റെ അല്ലെ, ലോട്ടറി ഒക്കെ എടുത്താൽ ഭാഗ്യം. നോ നോ നോ, ഭാഗ്യക്കുറി എന്നൊക്കെ അതിന് പറയുന്നത് അല്ല. നമ്മളുടെ മേൽ ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കരുണയാ. അല്ലെ, അവരുടെ പോലെ ഒന്നുമല്ല. എൻ്റെ മേൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്, എൻ്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ട്. അല്ലെ, എൻ്റെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ട്, ഗ്രേസ് ഉണ്ട്. അല്ലെ, ഇതെന്ത് ചെയ്യുന്നു? എനിക്ക് വേണ്ട എല്ലാ നന്മകളെയും വിളിച്ചു വരുത്തുന്നു. ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? ആ പ്രശ്നത്തെ നോക്കിയിട്ട് തലേ കൈവച്ചിട്ട് യോ എൻ്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയാനല്ല, വാ തുറന്ന് വചനം പറയണം. ഹല്ലിയ, ദൈവത്തിന്റെ അത്യന്തപരമായ ശക്തി എന്നിലുള്ളത് കാരണം ഞാൻ തോറ്റു പോകത്തില്ല. ഈ സാഹചര്യം എന്നെ വിഴുങ്ങിക്കളയത്തില്ല. എന്നിൽ വസിക്കുന്ന കർത്താവ് ഇതിന്റെ മേൽ ജയം എന്നെ കൊണ്ട് എടുപ്പിക്കും. ഞാൻ വരും. ഞാൻ തോറ്റു പോകേണ്ട വ്യക്തിയല്ല, ഞാൻ തീർന്നു പോകേണ്ട വ്യക്തിയല്ല. വചനം എന്നെ കുറിച്ച് പറയുന്ന ഞാനൊരു അനുഗ്രഹമാ. ഞാൻ നിൽക്കുന്ന ഇടം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ജോലിയാകട്ടെ, വീടാകട്ടെ, ആര് വേണമെങ്കിലും എനിക്കെതിരെ നിൽക്കട്ടെ, ഹല്ലേലൂയ, ഞാൻ ഇതിനകത്തുനിന്ന് ജയാളിയായി ഇറങ്ങി വരും. ശല്യം ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന വ്യക്തികളെ പ്രാകുവാനോ അവർക്കെതിരെ പ്രാർത്ഥിക്കുവാനോ അല്ല, അവരെ ഒന്ന് അനുഗ്രഹിച്ച് എന്നിട്ട് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, അങ്ങ് വലിയവനായതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് വലിയ മറുപടിയോടെ ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. ദൈവം നമുക്കെല്ലാം നമ്മൾ പൂർണ്ണരാ. വി ആർ ഫുൾ, വി ആർ കംപ്ലീറ്റ്. ഹല്ലേലൂയ, ദൈവം പൂർണ്ണനായതുകൊണ്ട് എന്നിലും നിങ്ങളിലും വസിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, സഭയുടെ തലവനായിരിക്കുന്ന ക്രിസ്തു പൂർണ്ണനായതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ഒന്നിനും കുറവില്ല. ഇന്ന് വിളിച്ചു പറഞ്ഞേ, എനിക്ക് ഒന്നിനും കുറവില്ല. സ്തോത്രം, കുറവില്ല. ഇന്ന് വിളിച്ചു പറഞ്ഞേ, എനിക്ക് ഒന്നിനും കുറവില്ല. സ്തോത്രം. എന്നിൽ വാഴുന്ന കർത്താവ് പൂർണ്ണനായതുകൊണ്ട് എനിക്കൊന്നിനും കുറവില്ല. സ്തോത്രം. ഹല്ലേലൂയ. വേറൊരു വ്യക്തിയുടെ ജീവിതത്തിനെ നോക്കിയിട്ട് അവർക്കെല്ലാം ഉണ്ട്, എൻ്റെ ജീവിതം കണ്ടോ എന്ന് സ്വന്തമായിട്ട് ശപിക്കല്ലേ. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ധന്യമാക്കുന്നവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ത്രൂ ഹിസ് ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ് ഹി വിൽ ട്രാൻസ്ഫോം മൈ ലൈഫ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനെ അവൻ്റെ അത്യന്തപരമായ ശക്തിയാൽ എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമാക്കും കർത്താവ്. തീർച്ചയായിട്ടും യേശുവിനെ അറിഞ്ഞാൽ ജീവിതത്തിന്റെ ഗ്രാഫ് ഉയരത്തേയുള്ളൂ, നന്മയായി തീരത്തേയുള്ളൂ, അനുഗ്രഹിക്കപ്പെടത്തേയുള്ളൂ. ഹല്ലേലൂയ. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, എന്നിൽ വാഴുന്നവൻ ഈ ലോകത്തെ ജയിച്ചവൻ. എന്നിൽ വാഴുന്നവൻ ലോകത്തിനുള്ളവനെക്കാട്ടിലും ശക്തൻ. എന്നിൽ വാഴുന്നവൻ എൻ്റെ ചുറ്റിനും കിടക്കുന്ന കാട്ടിലും വലിയവൻ. ഹല്ലേലൂയ. എന്ന് വിളിച്ചു പറഞ്ഞേ, ഈ ശക്തനായ കർത്താവിലൂടെ ഞാൻ ജയാളിയായി പുറത്തിറങ്ങും. ഹല്ലേലൂയ. എന്നെ ഈ സാഹചര്യങ്ങളോ വ്യക്തികളോ ഒന്നും തോപ്പിച്ച് കളയത്തില്ല. സ്തോത്രം. യേശുവിന്റെ ശക്തിയാൽ ഞാൻ ജയത്തോടെ പുറത്തിറങ്ങും. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ ആയിട്ട് പറഞ്ഞുകൊണ്ടേ നടക്കണം. എൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. എൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ. സാഹചര്യത്തിനെ നോക്കല്ലേ, വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, എൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ. കർത്താവ് ജീവിതത്തിനെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. അത്ഭുതമാക്കി തീർക്കും. അവന്റെ അത്യന്തപരമായ ശക്തി നമ്മളൊന്ന് തീർക്കും. അവന്റെ അത്യന്തപരമായ ശക്തി നമ്മളൊന്ന് ടാപ്പ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഒരു വീട്ടിനകത്തെ വെള്ളത്തിന്റെ ടാപ്പ് തുറന്നാലല്ലേ വെള്ളം വരത്തുള്ളൂ. നമ്മൾ ചെറുതായിട്ട് തുറന്നാൽ ചെറുതായിട്ടേ തുറക്കത്തുള്ളൂ. പക്ഷെ മൊത്തം ഫോഴ്സിൽ തുറന്നാൽ എന്ത് ശക്തിയോടെയാ വെള്ളം പുറത്തു വരുന്നേ. അതേപോലെ തന്നെ അനുവദിക്കുന്നോ, ദൈവത്തിന് അത്രത്തോളം ശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഈ വായ ഒന്ന് തുറക്കണം. വായ തുറന്ന് വചനം വിളിച്ചു പറയണം. ഹല്ലേലൂയ. പ്രത്യാശയുടെ വാക്കുകൾ വിളിച്ചു പറയണം. കർത്താവ് ജീവിതത്തിനെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്കകത്ത് ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തില് അങ്ങയുടെ അത്യന്തപരമായ ശക്തി ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ആ ഉൾക്കണ്ണുകളെ ഒന്ന് തുറന്ന്, ഹല്ലേലൂയ, ലോകത്തിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനെക്കാട്ടിലും വലിയവനാ ഞങ്ങളുടെ അകത്ത് എന്നുള്ള ആ തിരിച്ചറിവും ആ പ്രത്യാശയ്ക്കകത്ത് കയറി വലിയ ജയത്തോടെ ജീവിക്കുവാൻ, ഹല്ലേലൂയ, ഇന്ന് മാത്രമല്ല കർത്താവേ, ഹല്ലേലൂയ, അങ്ങേ അറിഞ്ഞ കാലങ്ങൾ മൊത്തം, ഈ ജീവിതകാലം മൊത്തം നിത്യതയിൽ എത്തുവോളും അത്ര ശക്തിയോടെ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണം. ബ്ലെസ് ചെയ്യുന്നപ്പ, നിരാശ സ്തോത്രം. യേശുവിൻ നാമത്തിൽ